വേൾഡ് ക്ലാസ് 6-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാ കൊമേഡിയ അല്ലെങ്കിൽ ദ ഡിവൈൻ കോമഡി ആരാണ് എഴുതിയത്? ഡാൻറ്റെ അലിഗറി ആണ് എഴുതിയത്. ഇറ്റാലിയൻ പോയറ്റാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിർജിൽ എഴുതിയ ഒരു എപ്പിക് പോം ഏനീഡ് എന്നാണ്. ദ ഏനീഡ് എന്നാണ് ആ എപ്പിക് പോയത്തിൻ്റെ പേര്. ജെയിംസ് ജോയ്സിൻ്റെ യുലീസസ് എന്നുള്ള വർക്കിനകത്ത് മോഡേണിസ്റ്റ് ടെക്നിക്ക് എന്താണ്? സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എപ്പിക് പോയട്രി എന്ന് വെച്ചാൽ എന്താണ്? എപ്പിക് പോയട്രി എന്ന് വെച്ചാൽ ലെങ്തി നറേറ്റീവ് അല്ലെങ്കിൽ ലോങ് നറേറ്റീവ് പോയതിനാണ് എപ്പിക് പോയട്രി എന്ന് പറയുന്നത്. എലിവേറ്റഡ് സ്റ്റൈലിലായിരിക്കും അത് പറഞ്ഞു പോകുന്നത്. ഹീറോയുടെ ആക്ഷൻസിനെ കുറിച്ചും പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ഇവൻസിനെ കുറിച്ചുമാണ് പറയുന്നത്. പിന്നെ അഭിജ്ഞാന ശാകുന്തളത്തിലെ മാൻ ആൻഡ് നേച്ചർ. അപ്പോൾ ഇവിടെ മാൻ ആൻഡ് നേച്ചർ പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ്സും നാച്ചുറൽ വേൾഡും തമ്മിൽ നല്ല ഹാർമണിയിലാണ് കഴിഞ്ഞു പോകുന്നത് അഭിജ്ഞാന ശാകുന്തളത്തിനകത്ത്. പ്യൂരിറ്റിയും പിന്നെന്താണ് പറയുന്നത്, ഗോഡ്സ് വില്ല്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി ശകുന്തളയും നേച്ചറും തമ്മിൽ നല്ല രീതിയിലൊരു കണക്ഷനാണ്. ശകുന്തള കാളിദാസനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കോർട്ടിലോട്ട് പോകുമ്പോൾ, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് കോർട്ടിലോട്ട് പോകുമ്പോൾ നേച്ചർ ഇറ്റ്സെൽഫ് എന്താണ് ക്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്ന വളരെ വിഷമത്തോടു കൂടിയാണ് അവൾക്ക് ഗുഡ് ബൈ പറയുന്നത് എന്നുള്ളൊരു സീനൊക്കെ അഭിജ്ഞാന ശാകുന്തളത്തിനകത്തുണ്ട്. അതുപോലെ തന്നെ ശകുന്തള എല്ലാ പ്ലാന്റ്സിനോടും ട്രീസിനോടും ആനിമൽസിനോടും എല്ലാം നല്ല രീതിയിൽ ഇമോഷണൽ ആയിട്ടുള്ളൊരു കണക്ഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചർ. അപ്പോൾ ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിനെ, ഫിലോസഫി, നറേറ്റീവ് ഫോംസിനെയും അതുപോലെ തന്നെ വെസ്റ്റേൺ ലിറ്റററി ട്രഡീഷനും ഒക്കെ ഒരു ഫൗണ്ടേഷനായിട്ട് നിന്നിരുന്ന ഒരു കൈൻഡ് ഓഫ് ലിറ്ററേച്ചറാണ് ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചർ. ഇത് ചോദിക്കുമ്പോൾ മാർക്ക് അനുസരിച്ച് വേണം എഴുതാൻ. വലിയ മാർക്കിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റേഴ്സിനെ കുറിച്ചൊക്കെ എഴുതാൻ മറക്കരുത്. ഞാനതെല്ലാം മൊഡ്യൂൾ 1-നകത്തുള്ള തിയറിക്കകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് പറഞ്ഞു പോയേക്കുന്നത്. ഈ നോട്ട്സ് ഫ്രം ദ അണ്ടർഗ്രൗണ്ടിലെ നറേറ്റർ ആരാണ്? ഒരു അൺനെയിംഡ് നറേറ്ററാണ്. അയാൾ ഒരു റിട്ടയർഡ് സിവിൽ സർവൻ്റ് ആണ്. അയാളെ അണ്ടർഗ്രൗണ്ട് മാൻ എന്നാണ് വിളിക്കുന്നത്. പിന്നെ 100 Years of Solitude ബെൻഡിയ ഫാമിലിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഗബ്രിയൽ ഗാർഷ്യ മാർക്യൂസിൻ്റെ വർക്കാണ് 100 Years of Solitude. ബെൻഡിയ ഫാമിലി എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കൽ ഹിസ്റ്ററിയാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ അവരുടെ ജനറേഷൻസിന് നടക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അടുത്ത ജനറേഷനിലും ഇങ്ങനെ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് പിന്നെ അതുപോലെ തന്നെ 100 Years of Solitudeനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇവൻറ്റ്സ് നടക്കുന്നതെന്നുള്ളതും പോയിന്റ്സ് എന്താണെന്നുള്ളതും ഒരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൂടെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും എഴുതാൻ. പിന്നെ ടി.എസ്. ഇലിയട്ട് എങ്ങനെയാണ്? ടി.എസ്. ഇലിയട്ട് ഓൺ ഷേക്സ്പിയർ ആസ് എ ക്ലാസിക്കൽ റൈറ്റർ. ഷേക്സ്പിയറിനെ മെച്യൂരിറ്റിയെയും ആ യൂണിവേഴ്സൽ ക്യാരക്ടേഴ്സിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിനെയൊക്കെ ടി.എസ്. ഇലിയട്ട് അഡ്മയർ ചെയ്തെന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ മെറ്റമോർഫോസിസിൽ വർക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള ടൈറ്റിലിനെ കുറിച്ച്, അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അഭിജ്ഞാന ശാകുന്തളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റെക്കഗ്നീഷൻ ഓഫ് ശകുന്തള എന്നാണ് കേട്ടോ. പിന്നെ കിങ് ദുഷ്യന്ത ഇതുപോലെ ശകുന്തളയെ സ്നേഹിക്കുന്നു. അവസാനം എന്താണ് ഗന്ധർവ വിവാഹത്തിലാണ് അവർ കല്യാണം കഴിക്കുന്നത്. ഗന്ധർവ വിവാഹമായിരുന്നു. ആൻഡ് കിങ് ദുഷ്യന്തയുടെ മെമ്മറി പോകുന്നു. ശകുന്തളയെ ദുർവാസാവ് ശപിച്ചതിന് ശേഷം മെമ്മറി റീഗെയിൻ ചെയ്യുന്ന ഒരു റിങ്ങിലൂടെയാണ്. അപ്പോൾ അത്രയും ഡ്രമാറ്റിക് ആയിട്ടാണ് ശകുന്തളയെ ദുഷ്യന്തൻ റെക്കഗ്നൈസ് അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നത്, ഓർത്തെടുക്കുന്നത്. സോ ഇവിടെ ലവേഴ്സിൻ്റെ യൂണിറ്റിയും ഉണ്ട്. നമുക്കിതുപോലെ തന്നെ ആ പ്ലേയുടെ ഇമോഷണൽ ആൻഡ് നറേറ്റീവ് ടെൻഷനും അതോടുകൂടി സോൾവ് ആവുകയാണ്. ഓക്കെ. അപ്പോൾ റോൾ ഓഫ് മെമ്മറി, ഫെയ്റ്റ് ആൻഡ് ഡിവൈൻ ഇൻ്റർവെൻഷൻ ആണുള്ളത് ഇവിടെ ജസ്റ്റിസും ഹാർമണി ഈ പ്ലേയിൽ കൊണ്ടുവരാൻ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 100 Years of Solitude ആസ് എ ഫേബിൾ ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് എസ്സേ ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഇതിനകത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോവലിനകത്ത് മിത്തും ഹിസ്റ്ററിയും റിയലിസവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ബെൻഡിയ ഫാമിലിയുടെ റൈസ് ആൻഡ് ഫോളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മെക്കോണ്ടോ എന്നുള്ള ഫിക്ഷണൽ ടൗണിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് ലാറ്റിൻ അമേരിക്ക ഉണ്ട്. അതുപോലെ തന്നെ സിവിൽ വാറിനെ കുറിച്ചും മോഡേണിറ്റി വരുന്നതിനെ കുറിച്ചും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബെൻഡിയ ഫാമിലിയുടെ സൈക്ലിക്കൽ നേച്ചർ, അതായത് അവരുടെ പിന്നെ പാഷൻ, ഫെയിലിയർ, അവരുടെ ലസ്റ്റി അഫെയേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഓരോ ജനറേഷനിലെ കാര്യങ്ങളുമാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് ഹൗ ഇൻഡിവിജ്വൽസും സൊസൈറ്റീസും എങ്ങനെയാണ് മെമ്മറി, ടൈം ആൻഡ് സോളിറ്റ്യൂഡിൽ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ. ഇതിനകത്ത് അതുപോലെ തന്നെ മാജിക്കൽ റിയലിസം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബനാന മാസക്കറിൻ്റെ കാര്യം പറയുക. അതാ 100 Years of Solitudeൻ്റെ സമ്മറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബനാന മാസക്കർ ഉണ്ട്. അതൊരു ഹിസ്റ്റോറിക്കൽ വയലൻസിനെയാണ് കാണിക്കുന്നത്. ആ ഫാമിലിയുടെ ഡിക്ലൈനെ കുറിച്ച് പറയുക.
പിന്നെ ഹ്യൂമൻ സിവിലൈസേഷൻ്റെ തന്നെ ഒരു കൈൻഡ് ഓഫ് നോവലായി മാറുകയാണ് ഈ ഒരു നോവൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് മീറ്റിംഗ് ഓഫ് ദുഷ്യന്ത ആൻഡ് ശകുന്തള ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഹെർമിറ്റേജിൽ വെച്ചിട്ടായിരുന്നു. ഹി ഫോൾസ് ഇൻ ലവ് വിത്ത് ആൻഡ് അവർ കല്യാണം കഴിക്കുന്ന സീക്രറ്റ് ആയിട്ടാണ്. പിന്നെ ക്ലാസിക്കൽ വർക്കിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ടൈമിനെ അതിജീവിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വർക്ക്സിനെയാണ് നമ്മൾ ക്ലാസിക്കൽ വർക്ക്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ മൊഡ്യൂൾ 1 പറയുന്നുണ്ട്. യൂണിവേഴ്സൽ തീംസ് ആയിരിക്കും, നല്ല മെച്യൂർ ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു വർക്കിൻ്റെ റിലവൻസ് എല്ലാ ടൈപ്പ് ഓഫ് ജനറേഷൻസിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് വർക്ക്സിനെയാണ് നമ്മൾ ക്ലാസിക്കൽ വർക്ക് എന്ന് പറയുന്നത്. മെക്കോണ്ടോ എന്നുള്ള ഫിക്ഷണൽ ടൗണിനെ കുറിച്ച് 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്, കൊളോണിയൽ ഹിസ്റ്ററി ഉണ്ട് അതിന്. പിന്നെന്താണ്, അവിടെ താമസിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ എസ്പെഷ്യലി ബെൻഡിയ ഫാമിലിയുടെ ഫെയ്റ്റ് എന്ന് പറഞ്ഞ ടൗണിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഡാൻഡേസ് ഡിവൈൻ കോമഡിയെ കുറിച്ച് ചോദിക്കാം. അതൊരു സ്പിരിച്വൽ ജേണിയാണ് കാണിക്കുന്നത്. ഹെൽ, പർഗേറ്ററി ആൻഡ് പാരഡൈസ് ഈ 3 സ്ഥലത്തോട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടർ പോകുന്നതാണ് കാണിക്കുന്നത്. ഇതിനകത്ത് വിർജിൽ എന്നുള്ള നമ്മുടെ റൈറ്ററും ഒരു ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം ഗൈഡ് പോലെയാണ് നിൽക്കുന്നത്. പിന്നെ ബിയാട്രിസ് എന്നുള്ളൊരു ക്യാരക്ടറുണ്ട്. ബിയാട്രിസ് റിപ്രസെൻ്റ് ചെയ്യുന്ന ഫെയ്ത്തിനെയാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോസ്റ്റ് എന്നുള്ള പ്ലേ ഉണ്ടല്ലോ, ഗദ എഴുതിയ ഗദയുടെ ഫോസ്റ്റ്, അതായത് നമ്മുടെ ഡോക്ടർ ഫോസ്റ്റസ് പോലെ തന്നെയാണ്. അതിനകത്ത് മെയിൻ ആൻറ്റാഗണിസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ആൻറ്റി ഹീറോ ക്യാരക്ടർ ആരാണ് ഇതിനകത്ത് വരുന്നത്? മെഫിസ്റ്റോഫിലിസ് ആണ്. നമ്മുടെ ഡോക്ടർ ഫോസ്റ്റസിനകത്ത് മെഫിസ്റ്റോഫിലിസ് ആണ് ഇതിനകത്തൊരു ആൻറ്റി ഹീറോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഗദയുടെ ഫോസ്റ്റിനകത്തും മെഫിസ്റ്റോഫിലിസ് ആണ് ഒരു മെയിൻ വില്ലൻ അല്ലെങ്കിൽ ആൻറ്റഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. മെഫിസ്റ്റോഫിലിസ് എന്ന് പറയുന്നത് ഡീമൺ ആണ് അല്ലെങ്കിൽ ഡെവിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഈ ഫോസ്റ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അയാളുടെ സോള് 24 വർഷത്തേക്ക് ഡെവിളിന് എഴുതി കൊടുക്കുകയാണ്. സോ ഡെവിളിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് മെഫിസ്റ്റോഫിലിസ് എന്നുള്ള ക്യാരക്ടർ ഫോസ്റ്റിൻ്റെ കൂടെ വരുന്നത്. പിന്നെ വാട്ട് ഈസ് എ ക്ലാസിക് എന്നുള്ള എസ്സേ അത് എവിടെ വച്ചാണ് എന്നാണ് പ്രസൻറ്റ് ചെയ്തത്? അതൊരു വിർജിൽ സൊസൈറ്റിയിലെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ സമയത്താണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എസ്സേ അദ്ദേഹം ലണ്ടനിൽ 1944 ഇത് ഡെലിവറി ചെയ്തിരിക്കുന്നത്. ലിറ്റററി മെച്യൂരിറ്റിയെക്കുറിച്ചും കൾച്ചറൽ കംപ്ലീറ്റ്നെസ്സിനെ കുറിച്ചുമാണ് ഇത് പറഞ്ഞു പോയിരിക്കുന്നത്. വിർജിലിനെ ഒരു ക്ലാസിക്കൽ റൈറ്ററായിട്ട് പറഞ്ഞേക്കുന്നു. ക്ലാസിക്കൽ വർക്ക് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വർക്കാണെന്നൊക്കെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് മെച്യൂർ കൾച്ചറിനെ യൂണിഫൈഡ് കൾച്ചറിനെയും കാണിക്കുന്ന വർക്കിനെയാണ് നമ്മൾ ക്ലാസിക്കൽ വർക്ക് എന്ന് പറയുന്നത്. ലാറ്റിൻ ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആണെന്ന് പറയുന്നു ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ കംപ്ലീറ്റ്നെസ്. ആൻഡ് ഓൾസോ മോഡേൺ കൾച്ചറിനെ ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, മോഡേൺ കൾച്ചറിൻ്റെ ഫ്രാഗ്മെൻറ്റേഷനെ. പിന്നെ ടൈമിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ക്ലാസിക്കൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, റഷ്യൻ നോവലിസ്റ്റുകളുടെ രണ്ട് റഷ്യൻ നോവലിസ്റ്റുകൾ ആരൊക്കെയാണ്? ലിയോ ടോൾസ്റ്റോയും ഫിയോഡോർ ദസ്തയേവ്സ്കിയും. ലിയോ ടോൾസ്റ്റോയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് വാർ ആൻഡ് പീസും അന്ന കരനീനയും. ദസ്തയേവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ദ ബ്രദേഴ്സ് കാരമസോവ്. രണ്ടുപേരും സൈക്കോളജിക്കൽ, മോറൽ ആൻഡ് ഫിലോസഫിക്കൽ ഇഷ്യൂസിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ടോൾസ്റ്റോയ് കുറച്ചുകൂടെ റിയലിസത്തിനും സോഷ്യൽ ചേഞ്ചിനും, ദസ്തയേവ്സ്കി ഗിൽട്ട്, സഫറിങ്, റിഡംഷൻ ഇതിനെയൊക്കെയാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 19th സെഞ്ച്വറി റഷ്യൻ സൊസൈറ്റിയിലെ ടെൻഷൻസ് ഒക്കെയാണ് അവർ രണ്ടുപേരും പറഞ്ഞേക്കുന്നത്. പിന്നെ ബൊക്കേഷ്യയുടെ ടെയിൽസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ചെയ്താണ് ചോസറെ ഇൻഫ്ലുവൻസ് ചെയ്തത്? ദ ഡെക്കാമറോൺ. ഈ ദ ഡെക്കാമറോൺ എന്നുള്ള വർക്കാണ് ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഡെക്കാമറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ടെയിൽസ് ആണ്. 10 യങ് പീപ്പിൾ പറയുന്ന ടെയിൽസ്, 7 വിമനും 3 മെന്നും കേട്ടോ. ഈച്ച് പേഴ്സൺ ഓരോ നൈറ്റും ഓരോ സ്റ്റോറി വീതം പറയണം. അങ്ങനെ 10 ദിവസത്തെ സ്റ്റോറി. പിന്നെ ലവ്, വിറ്റ് ആൻഡ് ഫോർച്യൂണിനെ കുറിച്ചാണ് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ഗ്രീക്ക് ക്ലാസിക്കിലെ 3 ഡ്രമാറ്റിസ്റ്റുകൾ ആരൊക്കെയാണ്? ഈസ്കിലസ്, സോഫോക്ലസ്, യൂറിപ്പിഡസ്. അതൊക്കെ മൊഡ്യൂൾ 1 പറഞ്ഞു പോയുന്നുണ്ട് ഞാൻ. ഈസ്കിലസ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഗ്രീക്ക് ട്രാജഡിയാണ്. ഒറസ്റ്റിയ ട്രിലജി എഴുതിയ ഇദ്ദേഹമാണ്. സോഫോക്ലസ് എന്ന് പറഞ്ഞാൽ ഈഡിപ്പസ് റെക്സും എഴുതിയ ആൻറ്റിഗണിയൊക്കെ എഴുതിയ സോഫോക്ലസ് ആണ്. യൂറിപ്പിഡസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ തീംസ് ആണ് എഴുതിയിരിക്കുന്നത്. മെഡിയ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്ലേ ആണ് കേട്ടോ. പിന്നെ ഫെയ്റ്റ്, ജസ്റ്റിസ് ആൻഡ് ഡിവൈൻ ഇതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. കോറസ് ആൻഡ് കഥാർസിസ്. കോറസ് ഒക്കെ ഇവരുടെ ഡ്രാമയിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഓക്കെ, ആൻഡ് അവരുടെ പ്ലേസ് ഈ ഗോഡ് ഡൈനീഷ്യസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഡൈനീഷ്യസിൻ്റെ ഫെസ്റ്റിവലിലായിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അഭിജ്ഞാന ശകുന്തളത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണ്? ദ റെക്കഗ്നീഷൻ ഓഫ് ശകുന്തള. അഭിജ്ഞാന എന്ന് വെച്ചാൽ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റീകളക്ഷൻ, അതായത് ശകുന്തളയെ റീകളക്ട് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യുന്നു ദുഷ്യന്തൻ. അതാണ് ഇവിടെ പറഞ്ഞു പോയേക്കുന്നത് കേട്ടോ. പിന്നെ അലക്സി മെക്സിക്കോവിച്ച് പെഷ്കോവിൻ്റെ
സ്യൂഡോണിം എന്തായിരുന്നു? മാക്സിം ഗോർക്കി എന്നാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ മാക്സിം ഗോർക്കിയുടെ വർക്കൊക്കെ അതൊക്കെ മദർ എന്നുള്ള വർക്കൊക്കെ നോക്കി വെച്ചേക്കണം. ഞാനതൊക്കെ മൊഡ്യൂൾ 1 പറഞ്ഞിട്ടുണ്ട്. പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് എഴുതിയിട്ടുള്ള ഒരാളാണ്. പിന്നെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് റഷ്യയായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അതുപോലെ തന്നെ ലിറ്ററേച്ചറിൽ സോഷ്യലിസ്റ്റ് റിയലിസം കൊണ്ടുവന്ന ആളും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതെല്ലാം 1 വേർഡായിട്ട് ചോദിക്കാം, അതുപോലെ തന്നെ 4 മാർക്സ് 2 മാർക്സ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാം. ആൻഡ് മെയിനായിട്ട് SIക്കകത്ത് വരുന്നതെന്ന് വെച്ചാൽ ശകുന്തളം എന്തായാലും ചോദിക്കും. അതുപോലെ തന്നെ 100 Years of Solitude, ആ ഫാമിലി ജനറേഷനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നതെന്നുള്ളത് ചോദിക്കാം. ഇനി ദുർവാസാവിൻ്റെ കേഴ്സ് എങ്ങനെയാണ് അഭിജ്ഞാന ശകുന്തളത്തിൽ? ദുർവാസാവ് എന്ന് പറയുന്നത് ഒരു സന്യാസിയാണ്. ഹീസ് എ സേജ് ആണ് ആൻഡ് ഹീസ് നോൺ ഫോർ ഹിസ് ഷോർട്ട് ടെമ്പർ. അപ്പം ശകുന്തളയെ കാണുന്നു, ദുർവാസാവിനെ വരവേൽക്കാത്തതുകൊണ്ട് ശകുന്തള എന്തോ ആലോചിച്ച് ഇങ്ങനെ ഡ്രീം ചെയ്ത് ഇരിക്കുവാണ്. ഷി വാസ് ഇൻ എ ഡേ ഡ്രീം ആൻഡ് ദിസ് മാൻ കേഴ്സ്ഡ് ഹർ. സോ എന്താണ്, പിന്നെ നീ ആരെയാണോ ആലോചിച്ചിരിക്കുന്നത് അയാൾ നിന്നെ മറന്നു പോകട്ടെ എന്നാണ് കേസ്. അപ്പോൾ ദുഷ്യന്തൻ മറന്നു പോകുന്നു. പിന്നീട് അവസാനം പിന്നെന്താണ്, ക്ഷമിക്കുമ്പോഴാണ് പിന്നെ മന്ത്രമോതിരം കാണിക്കുമ്പോൾ എന്താണ് ഈ ദുഷ്യന്തൻ നിന്നെ റെക്കഗ്നൈസ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ടോക്കൺ ഓഫ് ലവ് ആയിട്ട് റിങ് കാണിക്കുമ്പോൾ ആ കേഴ്സ് ബ്രേക്ക് ആവുന്നു. അങ്ങനെയാണ് ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നത്, ശകുന്തളയെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ TS Eliot എങ്ങനെയാണ് ക്ലാസിക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്? ക്ലാസിക് എന്ന് വെച്ചാൽ ഒരു ലിറ്റററി വർക്കാണ്. അതിനകത്ത് ആ സിവിലൈസേഷൻ്റെ മെച്യൂരിറ്റി എംബോഡി ചെയ്യുന്ന വർക്കിനെയാണ് ക്ലാസിക് എന്ന് പറയുന്നത്. അതായത് ടൈമിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വർക്ക്. ക്ലാസിക് എന്ന് വെച്ചാൽ ഒരു ക്ലാസിക്കൽ ലാംഗ്വേജിലായിരിക്കും എഴുതിയിരിക്കുന്നത്. എക്സാമ്പിൾസ് പറയട്ടെ. പിന്നെ വിർജിലിൻ്റെ ഏനിയഡാണ് TS Eliot ഒരു മോഡൽ ഓഫ് എ ക്ലാസിക്കൽ വർക്കായിട്ട് പറഞ്ഞേക്കുന്നത്. പിന്നെ ക്ലാസിക്കിനകത്ത് യൂണിറ്റി, ഓർഡർ ആൻഡ് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ഹിസ്റ്റോറിക്കലിയും പെർഫെക്റ്റ് ആയിരിക്കണം, ടെക്നിക്കലി പെർഫെക്റ്റ് ആയിരിക്കണം ആ വർക്ക്. എത്ര ജനറേഷൻസ് എടുത്താലും അതിൻ്റെ റിലവൻസ് മാറരുത്, അല്ലെങ്കിൽ ലൂസ് ആവരുത്. ക്ലാസിക് എന്ന് വെച്ചാൽ ടൈംലെസ് ആണ്. പിന്നെന്താണ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അദ്ദേഹം പറയുന്നത്. പിന്നെ ജയദേവയുടെ വർക്കായിട്ടുള്ള ഗീതാ ഗോവിന്ദത്തിനെ കുറിച്ച് ചിലപ്പം, അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജയദേവയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് ഗീതാ ഗോവിന്ദമാണ്. അതൊരു 12th century സാൻസ്ക്രിറ്റ് പോമാണ്. കൃഷ്ണൻ്റെ ആദ്യം തമ്മിലുള്ള ഡിവൈൻ ലവ് ആണ് പറഞ്ഞു പോയേക്കുന്നത്. അത് മറന്നു പോകരുത് കേട്ടോ. പിന്നെ വരുന്നത് ഹോമറിൻ്റെ ഒഡിസി. ഹോമറിൻ്റെ ഒഡിസി എന്തിനെക്കുറിച്ചാണ്? എപ്പിക് പോമാണ്. നമ്മുടെ ട്രോജൻ വാറിന് ശേഷമുള്ള ഹീറോ ഒഡീസിയസിൻ്റെ 10-year ജേർണിയാണ് പറയുന്നത്. അദ്ദേഹം കുറേ മോൺസ്റ്റേഴ്സിനെയും ഒബ്സ്റ്റക്കിൾസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് പെനിലോപ്പി, സൺ ടെലിമാഷസ് ആണ്. അവർ ഇഥാക്കയിൽ ഇയാളുടെ റിട്ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സോ ആ ഒരു ഹോം കമ്മിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ പിന്നെ അതുപോലെ തന്നെ അടുത്തത് സൂദ്രക എന്ന് പറയുന്ന ആരാണ്? അദ്ദേഹം ഒരു ഏൻഷ്യൻ ഇന്ത്യൻ പ്ലേ റൈറ്റാണ്. സാൻസ്ക്രിറ്റ് ഡ്രാമയായിട്ടുള്ള മൃച്ഛകടിക എഴുതിയത് ഇദ്ദേഹമാണ്, ദ ലിറ്റിൽ ക്ലേ കാർട്ട്. പിന്നെ ലിറ്റിൽ ശൂദ്ര, അദ്ദേഹത്തിൻ്റെ പേര് ശൂദ്രക എന്ന് വെച്ചാൽ ലിറ്റിൽ ശൂദ്രക എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. മൃച്ഛകടിക ഒരു റൊമാൻറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ ഡ്രാമയാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ചാരുദത്ത എന്നുള്ള പിന്നെ ചാരുദത്തയുടെയും വസന്തസേനയുടെയും ഒരു കഥയാണ് ഇത്. പിന്നെ ഹ്യൂമറുണ്ട്, പിന്നെ സോഷ്യൽ ക്രിറ്റിസിസം പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഗ്രീക്ക് ട്രാജഡിയിൽ കോറസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കോറസ് എന്ന് വെച്ചാൽ ഗ്രീക്ക് ട്രാജഡിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് എലിമെൻ്റ് ആണ്. കോറസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് പെർഫോമേഴ്സ്. അവർ പാട്ട് പാടും, ഡാൻസ് ചെയ്യും, കമൻറ്റ് ചെയ്യും ആക്ഷനെക്കുറിച്ച്, ആ പ്ലേക്കകത്ത് നടക്കുന്ന ആക്ഷനെക്കുറിച്ച് കമൻറ്റ് ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതും തീംസ് എന്താണെന്ന് പറയുന്നതൊക്കെ ഈ കോറസ് ആയിരിക്കും. അപ്പം കളക്റ്റീവ് വോയിസ് എന്നാണ് കോറസിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സീനുകൾ തമ്മിൽ മാറുമ്പോഴും ഇവരാണ് പറയുന്നത്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്ത് വാർണിങ്ങും ബാക്കി കഥയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് പറയാം. അടുത്തത് ഈഡിപ്പസും. പിന്നെ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഈഡിപ്പസ് റെക്സ് ആരാ എഴുതിയെന്നുള്ള ക്വസ്റ്റനൊക്കെ ചോദിക്കാം. നമ്മുടെ സോഫോക്ലിസ് ആണ്. പിന്നെ ആരാണ് മാക്കിയവെല്ലി? മാക്കിയവെല്ലി എന്ന് വെച്ചാൽ നിക്കോളോ മാക്കിയവെല്ലി ഒരു റിനസൻസ് പൊളിറ്റിക്കൽ തിങ്കർ, ഡിപ്ലോമാറ്റ് ആണ്, ഫ്ലോറൻസിലെ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോൺ വർക്ക് ദ പ്രിൻസ് ആണ്. അത് പൊളിറ്റിക്കൽ പവറിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു പോയേക്കുന്നത്. അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹമാണ് ആർഗ്യൂ ചെയ്തത് ദ എൻഡ് ജസ്റ്റിഫൈ ദ മീൻസ് എന്നുള്ളത്. ഓക്കെ. പിന്നെ മാക്കിയവില്ലൻ എന്ന് പറഞ്ഞൊരു ടേം ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് വളരെ കണ്ണിങ് ആയിട്ടുള്ള ആളുകളെ പൊളിറ്റിക്കലി കണ്ണിങ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് മാക്കിയവില്ലൻ എന്ന് പറയാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് അത് വരുന്നതെന്ന് വെച്ചാൽ എപ്പിക് പോയട്രി എന്താണ്? ലോങ് നറേറ്റീവ് പോയട്രിയാണ്. സെൻട്രൽ ഹീറോ കാണും, അയാളുടെ ആക്ഷൻസും അയാളുടെ ഫേറ്റും. പിന്നെ എക്സാമ്പിൾ ഇല്ലിയഡ്, ഹോമറിൻ്റെ ഇല്ലിയഡ് ആൻഡ് ഒഡിസി ഉണ്ട്. പിന്നെ വിർജിലിൻ്റെ ഏനിയഡ് ഉണ്ട്. പിന്നെന്താണ്, ഇന്ത്യൻ എപ്പിക്സ് ആയിട്ടുള്ള ദ മഹാഭാരത ആൻഡ് ദി രാമായണയും ഇതുപോലെ തന്നെ എപ്പിക് പോയട്രിയിൽ വരുന്നതാണ്.
ഓണർ, ബ്രേവറി, ഡിവൈൻ ഇൻ്റർവെൻഷൻ, ഡെസ്റ്റിനി ഇതൊക്കെയാണ് കാണുന്നത്. ലാംഗ്വേജ് എലവേറ്റഡ് ആയിരിക്കും, ഫോർമൽ ടോൺ ആയിരിക്കും. മിത്ത്, വാല്യൂസ്, ഹിസ്റ്ററീസിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഇത് പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ ഓവിഡിൻ്റെ മെറ്റാമോർഫോസിസ് എന്നുള്ള വർക്കിനകത്ത് ടൈറീഷ്യസിനെ കുറിച്ച് എന്താണ് പറഞ്ഞു പോകുന്നതെന്ന് ചോദിക്കാം. മെറ്റാമോർഫോസിസിനകത്ത് ടൈറീഷ്യസ് ഒരു പ്രോഫറ്റാണ്, അയാളൊരു മാനും ഒരു വുമണുമാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡാൻഡെയെക്കുറിച്ച് ചോദിക്കാം. ഡാൻഡയുടെ വർക്ക്സിനെ കുറിച്ചൊക്കെ മൊഡ്യൂൾ 1 ഷോർട്ടായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നോട്ട്സ് ഫ്രം ദി അണ്ടർഗ്രൗണ്ടിനകത്ത് ക്രിസ്റ്റൽ പാലസ് എന്നുള്ളതിൻ്റെ മെറ്റഫർ എന്താണ്? ക്രിസ്റ്റൽ പാലസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത്. അതായത് ക്രിസ്റ്റൽ പാലസ് എന്ന് വെച്ചാൽ ഒരു ഐഡിയൽ വേൾഡ്, സയൻസും റീസണും സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഐഡിയൽ വേൾഡാണിത്. ഈ അണ്ടർഗ്രൗണ്ട് മാൻ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലേസിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ പ്രിസൺ എന്നാണ് പറയുന്നത്, അത് പാരഡൈസ് എന്നല്ല പറയുന്നത്. ആൻഡ് അത് ഈ ഹ്യൂമൻ ഫ്രീഡത്തിന്, ഇൻഡിവിജ്വാലിറ്റിക്ക് ഒരു ഭീഷണിയാണ്, ത്രെറ്റായിട്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് മാൻ ഈ ഒരു പാലസിനെ കാണുന്നത്. ഓക്കെ, ക്രിസ്റ്റൽ പാലസ് ഇൻഹ്യൂമൻ ആണെന്നും അത് മെക്കാനിക്കൽ ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ആൻഡ് ഓൾസോ എന്താണ്, അതിനെയൊക്കെ റിജക്റ്റ് ചെയ്യുന്ന ആളായിട്ടാണ് ഇയാൾ ഇതിനെ കാണിച്ചിരിക്കുന്നത്. ക്രിസ്റ്റൽ പാലസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസ് ഒന്നും കൊണ്ടുവരുന്നില്ല, ഒപ്രഷൻ മാത്രമാണ് അത് കൊണ്ടുവരുന്നതെന്നാണ് ഈ ഒരു ക്യാരക്ടർ പറയുന്നത്. ക്ലാസിക്കൽ ഗ്രീക്ക് ലിറ്ററേച്ചർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ക്ലാസിക്കൽ ഗ്രീക്ക് ലിറ്ററേച്ചർ ഞാൻ മൊഡ്യൂൾ 1 പറഞ്ഞിട്ടുണ്ട്. ആരെക്കുറിച്ചൊക്കെ എഴുതണം, ഈസ്കിലസ്, സോഫോക്ലിസ്, യൂറിപ്പിഡസിന് അവരുടെ വർക്ക്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു പോവുക. ഹോമറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോവുക. പിന്നെ വാൽമീകിയെക്കുറിച്ചും വ്യാസയെക്കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത് മൊഡ്യൂൾ 1 ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാൽമീകി, രാമായണ, വ്യാസ, മഹാഭാരത അവരെക്കുറിച്ചും കുറച്ച് ഡീറ്റെയിൽസ് എഴുതുക. രാമായണത്തിനെക്കുറിച്ചും വാൽമീകി മഹാഭാരതത്തെക്കുറിച്ചും എങ്ങനെയാണ് ഇതിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലെന്നും പറഞ്ഞു പോയേക്കുക. ഓക്കെ, പിന്നെ ടോൾസ്റ്റോയിയെക്കുറിച്ച് പറയുന്നുണ്ട്. ടോൾസ്റ്റോ റിയലിസ്റ്റ് ഫിക്ഷൻ്റെ ആളാണ്. വാർ ആൻഡ് പീസും അന്ന കറീനയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. ഓർഡിനറി പീപ്പിളിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫാമിലി, ലവ്, വാർ അതൊക്കെയാണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് പോകുന്നത്. പിന്നെ റിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അഭിജ്ഞാന ശകുന്തള. റിങ് കണ്ടിട്ടാണ് ദുഷ്യന്തൻ ശകുന്തളയെ ഓർക്കുന്നത്. അപ്പോൾ അതെല്ലാം പറയണം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റഷ്യൻ ക്ലാസിക്കിനെ കുറിച്ചൊരു ബ്രീഫ് നോട്ട്. റഷ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ ഡെപ്ത്, സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പം റഷ്യൻ ക്ലാസിക്കിനെ ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യൻ റൈറ്റേഴ്സിനെ കുറിച്ചും അവരുടെ വർക്ക്സിനെ കുറിച്ചുമാണ് പറയേണ്ടത്. ടോൾസ്റ്റോയ്, ദസ്തയേവ്സ്കി, ചെക്കോവ്, നിക്കോളായ് ഗോഗോൾ അവരെക്കുറിച്ചൊക്കെ വേണം. ടർജനേവ് കുറിച്ചൊക്കെ വേണം പറയാൻ. അവരുടെ വർക്ക്സിനെ കുറിച്ചും പറയുക. മൊഡ്യൂൾ 1 അതെല്ലാം ഉണ്ട്. പിന്നെ വിർജിൽ എഴുതിയ എപ്പിക് ഏതാണ്? എനീഡ് എന്നാണ്. എനീഡ് എന്ന് പറയുന്നത് ജേർണി ഓഫ് എനീസ്, എ ട്രോജൻ പ്രിൻസ്. ഫോൾ ഓഫ് ട്രോയ്ക്ക് ശേഷം അയാൾ നടത്തുന്ന ട്രാവലിനെ കുറിച്ചാണ് പറയുന്നത്. മിത്ത്, ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡയുണ്ട്. ആൻഡ് ഓൾസോ അഗസ്റ്റസ് സീസറിൻ്റെ റൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏനിയസ് എന്ന് വെച്ചാൽ ഒരു ഹീറോ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. 12 ബുക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല രീതിയിലുള്ള ഇമേജസും പ്രൊഫസിയും ഡിവൈൻ ഇൻ്റർവെൻഷനും ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ലാറ്റിൻ ലിറ്ററേച്ചറിൽ ഒരു കോർണർ സ്റ്റോൺ ആണ് ഏനിയർ എന്ന് പറയുന്നത്. പിന്നെ വാർ ആൻഡ് പീസ് ആരാണ് എഴുതിയത്? നമ്മുടെ ടോൾസ്റ്റോയാണ് എഴുതിയത്. റഷ്യയിലെ നെപ്പോളിയനിക് വാർസിനെ കുറിച്ചാണ് ഇത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെന്താണ്, ഈ വാർ ആൻഡ് പീസ് എന്ന് പറയുന്നത് ഫാമിലി സാഗ തന്നെയാണ് കേട്ടോ. പിന്നെ ഒറസ്റ്റിയ ട്രിലജി ആരാണ് എഴുതിയത്? എയ്സ്കിലസ് ആണ്. അഗമെമ്നൻ ഏതാണ്? ഒറസ്റ്റിയ ട്രിലജി, അഗമെമ്നൻ, ദ ലിബേഷൻ ബിയറേഴ്സ്, ദ ഹ്യൂമനൈറ്റ്സ് അതും ചോദിക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാളിദാസയുടെ വർക്ക്സിനെ കുറിച്ച് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഫോക്ലിസിൻ്റെ 2 പ്ലേയുടെ പേര് ഈഡിപ്പസ് റെക്സും ഇലക്ട്രയും ആൻറ്റിഗണിയും. ഓക്കെ, ഇതെല്ലാം 1 വേർഡ് 2 മാർക്സ് അല്ലെങ്കിൽ 15 മാർക്സ് ക്വസ്റ്റ്യനും ഉണ്ട്. പിന്നെ വീണ്ടും വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ക്ലാസിക്? TDS ഈലിറ്റിൻ്റെ. പിന്നെ ഇതൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. മറ്റേ ഡെക്കാമറോൺ, ബൊക്കാഷ്യോ ഡെക്കാമറോൺ ഏത് വർക്കിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്നുള്ളതും ഒക്കെ നോക്കി വെക്കുക. അതുപോലെ തന്നെ എല്ലാ സ്റ്റോറീസിൻ്റെ എല്ലാത്തിനെയും പഠിക്കാനുള്ള എല്ലാ വർക്ക്സിൻ്റെയൊക്കെ സ്റ്റോറീസ് അറിഞ്ഞിരിക്കുക. സ്റ്റോറി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്നിട്ട് എഴുതുക. പിന്നെ മൊഡ്യൂൾ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് തിയറി പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ വേറെ സെപ്പറേറ്റ് ഓഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ അതും നോക്കി വെക്കുക.